കഴിഞ്ഞ ദിവസം ശബരിമല അമ്പലത്തിന്റെ നടയുടെ മുമ്പിൽ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവൻ എന്ന് പറഞ്ഞ വ്യക്തി കാട്ടിക്കുട്ടി ഓരോ കലാപരിപാടി ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോൾ തൊട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഇതേ ചോദ്യം എപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കണം തോന്നിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നുണ്ട്. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്റെ ചോദ്യം ഇതാണ്: കഴിഞ്ഞ ദിവസം ശബരിമല അമ്പലത്തിന് മകരവിളക്കായിരുന്നു. ശബരിമല അമ്പലത്തിന്റെ പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്പലത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ ഐഡന്റിറ്റിയാണ്, നമുക്ക് അഭിമാനമാണ് ശബരിമല അമ്പലം. രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും, ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും കേരളത്തിലേക്ക്, ശബരിമലയിലേക്ക് നിരവധി തീർത്ഥാടകർ എത്തുന്ന ഒരു കാലമാണ് മണ്ഡലകാലം. അതിന്റെ അവസാനം 41ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ മന്ത്രി എത്തുന്നു. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മന്ത്രി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. നട തുറക്കുന്ന ആ കോർണറിൽ തന്നെ നിൽപ്പുണ്ട്. നട തുറക്കുന്നു, അതിന് വിഷ്വൽസ് ഒക്കെ അവൈലബിൾ ആണ്. നട തുറക്കുന്നു, മന്ത്രി കൈയൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ആ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ പുള്ളിയുടെ ഉള്ളിലൊക്കെ നല്ല വിശ്വാസമുണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് നിരീശ്വരവാദിയാണ് ഭാവിക്കണം എന്നുള്ളൊരവസ്ഥ. എന്തിനു തന്നെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? മമ്മൂട്ടിക്കില്ലാത്ത അഭിനയമാണ്, മമ്മൂട്ടി വരെ കാഴ്ചവെക്കാത്ത അഭിനയമാണ്, മോഹൻലാലിന് കാഴ്ചവെക്കാത്ത അഭിനയമാണ്. നട തുറക്കാൻ നേരത്തെ ഈ മന്ത്രി ആ നടയുടെ മുമ്പിൽ നിന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. തൊഴാൻ പേടി, തൊഴുതു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നുള്ള ഭയം. യഥാർത്ഥത്തിൽ ഇപ്പം നിരീശ്വരവാദിയാണെന്ന് തന്നെ കരുതുക മന്ത്രി. പക്ഷെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നിരീശ്വരവാദിയാണെങ്കിൽ കരുതുക. നിരീശ്വരവാദിയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഈ അമ്പലത്തിന്റെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പൊ ഒരു പള്ളി കമ്മിറ്റിയിൽ നിരീശ്വരവാദിയായ ഒരാൾ വന്ന് ഭരിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഒരു മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രം ആയിക്കോട്ടെ, ഇതെന്തിനാണ് നിരീശ്വരവാദി പോയിട്ട് ക്ഷേത്രം ഭരിക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. വിശ്വാസമുള്ള ഒരാളെ തന്നെ ഏൽപ്പിക്കുക, അതല്ലേ നല്ലത്. വ്യക്തമായുള്ള രീതി അതല്ലേ? വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് ഓഫീസിൽ ഇരിക്കാമല്ലോ. വെറുതെ എന്തിനാണ് ഒരാൾക്ക് അവിടെ നിൽക്കാനുള്ള സ്പേസ് കളഞ്ഞ് മന്ത്രി വന്നിട്ട് ഈ റോഡിന്റെ നടുക്കൊക്കെ കാക്ക തൂറാൻ വേണ്ടി കുറെ പ്രതിമ വെക്കാറുണ്ട്. ഈ മാതിരി മന്ത്രി വന്ന് ഇങ്ങനെ നിൽക്കുക. പുള്ളിക്കാരൻ ഇത് കാണുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, പുള്ളിയുടെ ഉള്ളിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുണ്ടാവുന്ന വിമർശനം പാവം മന്ത്രി ഭയക്കുന്നു എന്നുള്ളത്. ഇതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രൻ വകുപ്പിന് കീഴിലുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പുള്ളിക്കാരൻ തൊഴുതു, കുറച്ച് വഴിപാടൊക്കെ നടത്തി. അതിനുശേഷം ഭയങ്കര പുലിവാലായിരുന്നു കേരളത്തിൽ. അന്ന് ഞാൻ ആലോചിച്ചു, ഇതൊക്കെ എന്തിനാണ് ഈ പുലിവാല് പിടിക്കുന്നത്? മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയി അയാൾക്ക് അവിടെ വഴിപാട് നടത്താനും പ്രാർത്ഥിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ അവകാശമില്ലേ? നമ്മുടെ നാട്ടിൽ അവകാശമില്ലേ? പുള്ളിക്ക് എന്താ വിശ്വാസിയായിരുന്നൂടെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ ഇവിടെ വായിക്കാം. കടകംപള്ളിയുടെ ഗുരുവായൂർ ദർശനം CPM വിശദീകരണം തേടും എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ വാർത്ത എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? തിരുവനന്തപുരം ദേവസ്വം മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയത് സംബന്ധിച്ച് പാർട്ടി വിശദീകരണം തേടുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വാർത്തകൾ ശരിയാണെന്ന് കടകംപള്ളി പറയട്ടെ, വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പാർട്ടി ഇക്കാര്യം പ്രതികരണം നടത്താൻ കഴിയൂ. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിലുള്ളൂ എന്നുള്ള രീതിയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. പാർട്ടി നേതാക്കൾ പറയുന്നത് നേതാക്കൾ പുലർത്തേണ്ട രീതിയല്ല എന്നുള്ള രീതിയിലാണ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമേ അറിയൂ, അത് കണക്കിലെടുത്താൽ പാർട്ടി നേതാക്കൾ പുലർത്തേണ്ട രീതിയല്ലെന്ന് സംശയം ഉയരാം എന്നതാണ് നേതാക്കളുടെ പൊതുവെയുള്ള പ്രതികരണം. അക്കാഡമിയിലെ വനിതാ മുന്നണിയുടെ പഠന ക്ലാസ്സിൽ വൈരുദ്ധാത്മിക ഭൗതികവാദം വിശദീകരിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദനോട് പഠിതാക്കൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കടകംപള്ളി തൊഴുതു നിൽക്കുന്ന ചിത്രവും അവർ ഫോണിൽ കാണിച്ചു കൊടുത്തു. ക്ഷേത്രങ്ങളുടെ ഭാഗമാകുന്നതും പാർട്ടി അംഗീകരിക്കുന്നതല്ലെന്ന് MV ഗോവിന്ദൻ മറുപടി നൽകി. തെറ്റുതിരുത്തൽ രേഖയുടെ ലംഘനം എന്നുള്ളതാണ് പറയുന്നത്. CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റുതിരുത്തൽ രേഖ അനുസരിച്ച് പാർട്ടി ഭാരവാഹികളും പ്രധാന നേതാക്കളും ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കാനോ വ്യക്തിപരമായി അതിൽ ഭാഗമാകാനോ പാടില്ല. പുറത്തൊന്നും അകത്തൊന്നും മറ്റൊന്നുള്ള രീതിയിൽ പറ്റില്ല. സംഭവം എന്താ വെച്ചാല്, ദേവസ്വം മന്ത്രി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അർച്ചന നടത്തി, അവിടെ നിന്ന് തൊഴുതു. ഇതാണ് ഈ മഹാ അപരാധം എന്ന് പറയുന്നത്. അഷ്ടമരോഹണ ദിനത്തിൽ ഗുരുവായൂരിലെത്തിയ കടകംപള്ളി ഷർട്ട് ഊരി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ഗുരുവായൂരപ്പനെ തൊഴുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങളുടെ പേരിൽ വഴിപാടും കഴിപ്പിച്ചു. വൈകിട്ട് ചേർന്ന സമ്മേളനത്തിൽ ഇത് ധന്യവും മനോഹരമായ നിമിഷവും എന്നാണ് മന്ത്രി
പറഞ്ഞത്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് മന്ത്രിക്ക് നേരെ ഈ ആൾക്കാർ വിശദീകരണം എന്നൊക്കെ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടായിരിക്കും ഇപ്പോഴത്തെ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയൊക്കെ അമ്പലത്തിന് മുമ്പിൽ പോയിട്ട് ഈ നടയുടെ ഫ്രണ്ടിൽ ഒന്നാമനായി നിന്നുകൊണ്ട് ഈ കാര്യത്തിലുള്ള കലാപരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് ഇവർക്ക് വിശ്വാസി ആയിക്കൂടെ? അവർക്ക് വിശ്വാസം ആയിക്കൂടെ? ഇടതുപക്ഷത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെയാണോ? എന്നാൽ എങ്ങനെ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് വാർത്തകളുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയായിരുന്നു KT ജലീൽ. ഇതേ KT ജലീലുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആരോപണം ഉണ്ടായി. അന്ന് ആരോപണം ഉണ്ടായപ്പോ എന്നിട്ട് മുൻ മന്ത്രിയായിട്ടുള്ള ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ജലീലിനെ അല്ല ഒരു മന്ത്രിയെയും ഒന്നും ചെയ്യാൻ കഴിയില്ല, ജലീൽ ഈമാനുള്ള വിശ്വാസിയാണ്. അന്ന് മന്ത്രിയാണ് KT ജലീൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ജലീലിനില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് കടകംപള്ളിക്ക് ഉണ്ടാവുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് മാത്രമാണോ പ്രശ്നം? അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായി ഇരിക്കുന്ന വ്യക്തിക്ക് അതാവാമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മന്ത്രിക്ക്, ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരു മന്ത്രിക്ക് അമ്പലത്തിൽ പോയി തൊഴുന്നത് ഇത്ര വലിയ അപരാധമായി മാറുന്നത്? ഇത് സത്യത്തിൽ ആൾക്കാരെ പറ്റിക്കുന്ന കലാപരിപാടി തന്നെ. ഈ ജലീൽ എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിലും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളിലെല്ലാം പങ്കെടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തിന്? ഈ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ ഉംറയ്ക്ക് പുറപ്പെടുകയാണ് എന്ന ക്യാപ്ഷനോടുകൂടി പട്ടാമ്പി MLA മുഹമ്മദ് മുസ്ലിം ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു എന്നുള്ള രീതി. ഇതും ഇടതുപക്ഷത്തിന്റെ MLA ആണ്. ഇടതുപക്ഷത്തിന്റെ MLA മാർ ഉംറയ്ക്ക് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പള്ളികളിൽ പോകുന്നു, വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈമാനുള്ള വ്യക്തിയാണ് ജലീൽ എന്ന് CPM-ന്റെ ലീഡർമാർ പറയുന്നു. KT ജലീലിന്റെ ഒരു അഭിലാഷ് മോഹനുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയില് ഒരു ഇന്റർവ്യൂ അവൈലബിൾ ആണ്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഒരു നേരത്തെ ജുമാ പോലും CPM-കാരനായതിന്റെ പേരിൽ നഷ്ടമായിട്ടില്ല എന്നുള്ള രീതിയിൽ KT ജലീൽ പറയുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് മന്ത്രിമാർക്ക് രണ്ട് തരത്തിലുള്ള നീതിയോ? ഇനി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചുമതല കൊടുക്കാതിരിക്കുക. വിശ്വാസികളായിട്ടുള്ള ഘടകകക്ഷിയിൽപ്പെടുന്ന MLA-മാരില്ല നിങ്ങൾക്ക്, അവരെ ഏൽപ്പിക്കുക, അവരെ ഭരണം നടത്തട്ടെ, ക്ഷേത്രത്തിന്റെ അവിടെ നിന്നിട്ട് അവർ തൊഴുക, വിശ്വാസപരമായിട്ട് നിൽക്കട്ടെ. എന്തിനു വേണ്ടിയാണ് ഈ റോഡില് പ്രതിമയിരിക്കുന്ന പോലെ മന്ത്രി പോയിട്ട് അവിടെ പോയി ഭക്തി ഉള്ളിലുണ്ടെങ്കിലും ഇങ്ങനെ വന്നിട്ട് നിരീശ്വരവാദിയാണ് ഭാവിക്കേണ്ടത്? ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി മുസ്ലിം ആണെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ പോയി വിശ്വാസപരമായിട്ട് നിന്നോട്ടെ. ഇതിനകത്ത് ഹിന്ദു ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം നിങ്ങൾ അത് പറ്റൂല, അത് സമ്മതിക്കൂല എന്ന് പറയുന്നത്. മുസ്ലിം പള്ളിയിൽ പോകുന്നവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഉംറയ്ക്ക് പോകുന്ന പ്രശ്നമില്ലെങ്കിൽ ഇവർ അമ്പലത്തിൽ പോയി തൊഴുതൊട്ടുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു മന്ത്രിസഭയിൽ രണ്ടുപേർക്ക് രണ്ട് തരത്തിലുള്ള നീതിയോ? ഇത് കുറെ നാളായിട്ട് എനിക്ക് ചോദിക്കണമെന്ന് ചോദ്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറെ എക്സാമ്പിളാണ്. ഒരാൾക്ക് വിശ്വാസമാണ്, ഒരാൾക്ക് വിശ്വാസപരമായിട്ട് ജീവിക്കാം, ബാക്കിയുള്ള ആൾക്ക് വിശ്വാസി ആവാൻ പറ്റൂല, നിരീശ്വരമായി തന്നെ അഭിനയിക്കേണ്ട ഒരു അവസ്ഥ. പുള്ളി, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്ത് നോക്കുക. ആ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ദേവസ്വം മന്ത്രിയുടെ നിൽപ്പും പുള്ളിക്കാരന്റെ ബോഡി ലാംഗ്വേജ് നോക്കുക. പുള്ളിയുടെ ഉള്ളിൽ അവിടുത്തെ ആ ഭക്തിപരമായിട്ടുള്ള അവിടുത്തെ ഒരു അന്തരീക്ഷമാണ്. ഉള്ളിൽ പുള്ളിക്കുണ്ടാവുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ നിന്ന് കാണാം ബോഡി ലാംഗ്വേജിനകത്ത്. പുള്ളി പക്ഷെ കൈയൊക്കെ താഴെ ഇട്ട് കൈ അവിടുന്ന് കിട്ടുന്ന പ്രസാദമൊക്കെ ബാക്കിലോട്ടൊക്കെ കൊടുത്ത് ഭാവിക്കുകയാണ്. നിരീശ്വരവാദികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചുമതല ഏറ്റെടുക്കാതിരിക്കുക. അത് വിശ്വാസിയായിട്ടുള്ള ഒരു MLA ഉണ്ടല്ലോ നിങ്ങളുടെ ഏതെങ്കിലും ന് 98 MLA-മാരുണ്ട്. അതിനകത്ത് മഹാഭൂരിപക്ഷം ആൾക്കാരും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഘടകകക്ഷിയിൽപ്പെടുന്ന ഒരാളെങ്കിലും കാണുമല്ലോ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നത്. അവരെ ചുമതല ഏൽപ്പിക്കുക ദേവസ്വത്തിന്റെ. അതല്ലേ ചെയ്യേണ്ടത്. അതല്ലാതെ ഹിന്ദു ക്ഷേത്രത്തില് പോകരുത്, അവിടെ പോയി തൊഴരുത്, അത് നമ്മൾ സമ്മതിക്കൂല. അതേസമയം ബാക്കിയുള്ള MLA-മാർക്ക്, അവരുടെ മന്ത്രിമാർക്ക്, ഇതേ മന്ത്രിസഭയിലുള്ള MLA-മാർക്കും മന്ത്രിമാർക്കും എവിടെ പോകാം? പള്ളിയിലും പോവാം, അവരുടെ ആചാരത്തിലും ആകാം, അവർ വിശ്വാസിയാകാം, ഒരു കുഴപ്പമില്ല. ഒറ്റ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള നിലപാട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക.